ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ദാറ്റ് വേരീസ് വിത്ത് ടൈമാണ്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ഡിറക്റ്റ് കറണ്ട് 10th വരെ പഠിച്ചു. ഡിറക്റ്റ് കറണ്ട് ഡസ് നോട്ട് ചേഞ്ച് ഡിറക്ഷൻ വിത്ത് ടൈം, ഞാനവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിനുസോയിഡൽ വേവ് പോലെയാണ് പോകുന്നത്. അതിനാണ് നമ്മൾ AC എന്ന് വിളിക്കുന്നത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ 2 മാർക്കിന് ചോദിക്കാറുള്ളത് AC ഈസ് പ്രിഫേർഡ് ഓവർ DC വൈ, ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അവിടെ ആൻസർ എഴുതി വെച്ചിട്ടുണ്ട്. AC വോൾട്ടേജ് ക്യാൻ ബി ഈസിലി ആൻഡ് എഫിഷ്യൻ്റ്ലി കൺവേർട്ടഡ് ഫ്രം വൺ വോൾട്ടേജ് ടു അതർ യൂസിങ് ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് അപ്പോ സ്റ്റെപ്പ് ഡൗണോ നമുക്ക് ചെയ്യാൻ പറ്റും. അത് AC-നെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, DC-നെ ചെയ്യാൻ പറ്റില്ല. AC can be transmitted economically over a long distance. ഒരുപാട് ദൂരത്തേക്ക് AC-നെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് DC-നേക്കാളും കൂടുതൽ ആദ്യകാലങ്ങളിൽ കണ്ടുപിടിച്ചത് DC-ആണ്. പിന്നെ AC ആയി എല്ലായിടത്തും യൂസ് ചെയ്യുന്നത്. നമ്മൾ വീട്ടിലൊക്കെ കിട്ടുന്ന നമുക്ക് AC 220 വോൾട്ട് ആണ് നമുക്ക് കിട്ടണത്. 50 ഹെർട്സ് ആണ് അതിൻ്റെ ഫ്രീക്വൻസി. അപ്പോൾ ഇത് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. AC ഈസ് പ്രിഫേർഡ് ഓവർ DC വൈ, അതിൻ്റെ ആൻസർ. ഇനി മെയിനായിട്ട് നമ്മൾ ഇതിനകത്ത് നോക്കാൻ പോകുന്നത് AC അപ്ലൈഡ് ടു എ റെസിസ്റ്റർ. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. AC applied to resistor R. അപ്പം ഒരു വോൾട്ടേജ് AC വോൾട്ടേജ് റെസിസ്റ്ററിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനകത്തെ കറണ്ട് എന്താവും, അതാണ് മെയിൻ കാര്യം. കറണ്ട് എങ്ങനെയാണ് വരുന്നത്, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നത് ഇതുവരെ കാര്യമായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ കറണ്ട് ഇൻ എ റെസിസ്റ്റർ വെൻ AC വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ടു ഇറ്റ്. ഇതാണ് സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളൊരു ഡയഗ്രാം കാണിക്കാം. AC നമ്മളിങ്ങനെയാണ് കാണിക്കുന്നത്. ഒരു റെസിസ്റ്റർ R കാണിക്കാം. അപ്പോൾ AC എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു V എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. അത് സിനുസോയിഡൽ വോൾട്ടേജാണ്, ഒരു വേവ് പോലെ പോകുന്നൊരു സാധനമാണ്. അപ്പോൾ AC-നെ നമ്മളെപ്പോഴും റെപ്രസെൻ്റ് ചെയ്യുക VM സൈൻ ഒമേഗ ടി. കോസ് ഒമേഗ ടിയും യൂസ് ചെയ്യുക കേട്ടോ. VM സൈൻ ഒമേഗ ടി ആണ് നമ്മൾ ടെക്സ്റ്റിൽ യൂസ് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് നമ്മളും അങ്ങനെ തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ VM സൈൻ ഒമേഗ ടി, V0 സൈൻ ഒമേഗ ടി ആണ് നിങ്ങൾ ടീച്ചർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം ഏതാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ വോൾട്ടേജ് അങ്ങനെ കൊടുത്തു. അപ്പോൾ വോൾട്ടേജ് VM സൈൻ ഒമേഗ ടി ആണ്. VM എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഓസിലേറ്റിംഗ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പോൾ ഒരു വേവ് ശരിക്കും ഇങ്ങനെയാണ് നമ്മൾ കാണിക്കുക. AC-നെ നമ്മളിങ്ങനെ കാണിക്കുള്ളൂ, ഇങ്ങനെയാണ് ഒരു വേവ് കാണിക്കുക. അതായത് നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പത്തിന് ഓർക്കാം, ഒരു മരക്കമ്പ്, അതുമല്ലൊരു പാമ്പ് ഇങ്ങനെ ചുറ്റി പോകണം, അങ്ങനെ ഓർക്കാം. അപ്പോൾ അങ്ങനെയാണ് AC എപ്പോഴും ട്രാവൽ ചെയ്യുക. ആ സമയത്ത് DC നേരെയായിരിക്കും. 10th ഞങ്ങൾ പഠിച്ചാണ് DC പോകുന്നത് നേരെയായിരിക്കും. അപ്പം അതേ ഡയഗ്രം കൊടുക്കുക. വേണമെങ്കിൽ ഒരു വാക്ക് കൊടുക്കുക, റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ടു ആൻ AC സോഴ്സ്, AC വോൾട്ടേജ് പാസസ് ത്രൂ ഇറ്റ്. അപ്പം നമ്മളിവിടെ കിർച്ചോഫ്സ് റൂളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. പക്ഷേ വലിയ കാര്യമായിട്ടൊന്നും നമ്മളതിനെ പറയുന്നില്ല, നമ്മൾ ജസ്റ്റ് എഴുതും ബൈ കിർച്ചോഫ്സ് ലോ. ഒരു എന്താ പറയുക, സൈനും ഒന്നും അപ്ലൈ ചെയ്യാതെ നമ്മൾ പറയും ഈ കൊടുക്കുന്ന വോൾട്ടേജ് ഇതിന് അക്രോസ്, ഈ റെസിസ്റ്ററിന് അക്രോസ് വരും. റെസിസ്റ്ററിന് അക്രോസ് വോൾട്ടേജ് വന്നാൽ ആ വോൾട്ടേജ് I/R ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ചുമ്മാ നമ്മൾ എഴുതിയാൽ മതി ബൈ കിർച്ചോഫ്സ് ലോ VM സൈൻ ഒമേഗ ടി ഈസ് ഈക്വൽ ടു IR. ഈ VM സൈൻ ഒമേഗ ടിയിൽ ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ ഫ്രീക്വൻസിയാണ്. ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസി, അതായത് കറങ്ങുമ്പോൾ ഇതിനുണ്ടാകുന്ന ഫ്രീക്വൻസി. അതിനെ 2πf എന്നോ 2πν എന്നോ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കാം. അപ്പോൾ VM
സൈൻ ഒമേഗ ടി ഇസ് ഈക്വൽ ടു ഐ ആർ. ഞാൻ പറഞ്ഞു ഇതിനകത്ത് എ സി അപ്ലൈ ടു റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കുന്നത് കറണ്ട് കണ്ടുപിടിക്കേണ്ടത്. കറണ്ട് ഇവിടെ നിൽക്കേണ്ട കറണ്ട് ഐ ഇസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി ഡിവൈഡഡ് ബൈ ആർ എന്ന് കൊടുത്തു. അപ്പോൾ വി ബൈ ആർ എന്ന് പറയുന്നത് ഐ ആണ്. അപ്പോൾ ഐ ഇസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി. അപ്പോൾ കറണ്ട് കിട്ടി. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. വന്നാൽ തന്നെ 2 മാർക്കിനേ ഉള്ളൂ ഇത്ര. അപ്പോൾ ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റെസിസ്റ്ററിലെ വോൾട്ടേജ് വി എം സൈൻ ഒമേഗ ടി ആണ്. നമ്മൾ കണ്ടുപിടിച്ചു കറണ്ടും എന്താണ് ഐ എം സൈൻ ഒമേഗ ടി. അപ്പോൾ ഇവർ രണ്ടും ഒരേപോലെ അല്ലേ ഇരിക്കണേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ദേ ആർ ഇൻ ഫേസ്. അപ്പോൾ ഇത്രയും കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ എഴുതാം ഇൻ എ റെസിസ്റ്റർ വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ഇൻ ഫേസ് ഒരേപോലെയാണ് പോകുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കി, ഇങ്ങനെ ഒരു വടിമ 2 പാമ്പുകൾ ഇങ്ങനെ ചുറ്റി പോവുകയാണെങ്കിൽ അവർ ഒരേപോലെ, അവരുടെ തല രണ്ടും ഒരേപോലെ ഒരേ ഡിസ്റ്റൻസിൽ ഒരേപോലെ 2 എണ്ണം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അവർ രണ്ടുപേരും ഇൻ ഫേസാണ്. ഇനി ഇതിൽ നമ്മൾ കുറച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെ ഫേസ് ഡയഗ്രാം വരയ്ക്കാമെന്ന്. അപ്പോൾ ഫേസ് ഡയഗ്രാം എന്ന് പറയുന്നത് നേരത്തെ വരച്ച പോലെ എളുപ്പമാണ്. ഇങ്ങനെ കാണിക്കാം. ഇങ്ങനെ കാണിച്ചിട്ട് വോൾട്ടേജ് ആദ്യം കാണിക്കുക. എപ്പോഴും നമ്മൾ വോൾട്ടേജാണ് ആദ്യം കാണിക്കുക. അപ്പോൾ വോൾട്ടേജ് ഒരേപോലെയൊക്കെ വരക്കണം എന്നാണ്. വരയ്ക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് വരച്ചോളൂ. അപ്പോൾ വോൾട്ടേജ് ഞാൻ കാണിച്ചു. ഇതിനെ ഞാൻ വോൾട്ടേജ് എന്ന് പറഞ്ഞു. ഇനി ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ 0, ഇവിടെ പൈ, ഇവിടെ 2π ഒമേഗ ടിയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുകയാണ് ഇങ്ങനെ പാമ്പ് പോകുന്ന പോലെ ചുറ്റിയാണ് പോകുന്നത്. അപ്പോൾ ഒരു ഫുൾ വട്ടം എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. പകുതി വട്ടം 180 ഡിഗ്രി അല്ലേ. ഫുൾ വട്ടമാണെങ്കിൽ 2π അല്ലെങ്കിൽ 360 ഡിഗ്രി. അതാണ് ഈ കാണിച്ചേക്കുന്നത്. പൈ ഇത് 2π. അപ്പോൾ വോൾട്ടേജ് ഞാൻ കാണിച്ചു. ഇനി കറണ്ടിനെ നോക്കുമ്പോൾ കറണ്ടും ഫേസിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഒരുമിച്ച് തന്നെ കാണിച്ചാൽ മതി. ഒരേപോലെ ചേർത്ത് തന്നെ കാണിക്കുക. ഇങ്ങനെ കാണിക്കുക. ഇത് ഐ ആണ്. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് ഫേസ് ഡയഗ്രാം. പുതുതായിട്ട് പഠിക്കണം. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷേ എളുപ്പമാണ് ഫേസ് ഡയഗ്രാം. ഇനി ഇതേപോലെ തന്നെ ഒരു ഫേസ് ഡയഗ്രാം നമ്മൾ വരയ്ക്കുക. അപ്പോൾ അതിന് നമ്മൾ കാണിക്കുന്നത് നമ്മൾ വെറുതെ സാധാരണ നമ്മൾ വരയ്ക്കണ പോലെ ഇങ്ങനെ 2 കൊടുത്തു. നമ്മൾ ഇവിടെ നിന്ന് ഇതാണ് എത്ര തീറ്റയിലാണ് കറങ്ങുന്നത്. ഇവിടെ നമ്മൾ നീങ്ങുമ്പോഴത്തേക്കും എത്ര തീറ്റയിലാണ്, ആ തീറ്റയാണ് തീറ്റ ഇസിക്കൽ ടു ഒമേഗ ടി പഠിച്ചല്ലേ. നമ്മൾ കൊടുത്തു, അവിടെ കൊടുത്തു. ഇതാണ് വോൾട്ടേജും കറണ്ടും ഒരേ ഫേസിലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരൊറ്റ വര മതി. ഒരേ വരയിൽ നമ്മൾ വരച്ചു. ഇതിന് വിളിക്കുന്ന പേരാണ് ഫേസർ ഡയഗ്രാം. അപ്പോൾ ഈ 2 ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കണം. വിയും ഐയും തമ്മിലുള്ള ബന്ധം ഒരേപോലെയാണ്. അവർ രണ്ടുപേരും ഒരേപോലെ തന്നെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതോടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വാട്ട് ഈസ് എ ഫേസർ എന്നൊക്കെ പണ്ട് ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ ഫേസർ റൊട്ടേറ്റ്സ് അബൌട്ട് ദ ഒറിജിൻ വിത്ത് ആൻ ആംഗുലർ സ്പീഡ് ഒമേഗ. ഇങ്ങനെയൊക്കെയാണ് പറയുന്ന ടെക്സ്റ്റ് നോക്കിയാൽ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് എ സി അപ്ലൈ ടു എ റെസിസ്റ്റർ. ഒരു എ സി വോൾട്ടേജിനും ഒരു എ സി റെസിസ്റ്ററിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വോൾട്ടേജും കറണ്ടും അവർ രണ്ടുപേരും എന്തിലായിരിക്കും? ഫേസിലായിരിക്കും. ഇനി അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന കാര്യം, ഇങ്ങനെ റെസിസ്റ്ററിൽ കൂടെ വോൾട്ടേജ് കടന്നു പോകുമ്പോൾ ഇവിടെ എന്ത് പവറാണ് ഡിസിപ്പേറ്റ് ചെയ്യുന്നതെന്ന്. പവർ നഷ്ടപ്പെടുമല്ലോ നമുക്ക്. അപ്പോൾ പവർ ഡിസിപ്പേറ്റഡ് എന്താണെന്ന് അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ പവർ dissipated in R when AC passes through it. അതും കൂടി ഉണ്ട്. ഈ സെയിം ഡയഗ്രാം നമ്മൾ നേരത്തെ വരച്ച അതേ ഡയഗ്രാം തന്നെയാണ് നമ്മൾ നോക്കണം. അപ്പോൾ നമുക്ക് നോക്കാം പവർ ഡിസിപ്പേറ്റഡ് ഇൻ ആർ നോക്കാം. അപ്പോൾ ഇവർ പറയുകയാണ് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, ഡി സി പോലെയല്ല, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് വിളിക്കുന്ന പേര് ഇൻസ്റ്റൻറ്റേനിയസ് പവർ എന്നാണ് പറയുക. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് പവർ ഡിസിപ്പേറ്റഡ് ഇൻ ആർ. ഞാൻ മുഴുവൻ എഴുതുന്നില്ല. P ഈസ് ഈക്വൽ ടു
ഐ സ്ക്വയർഡ് ആർ, ആറിനെ നമ്മൾ കൊണ്ടുവരണമല്ലോ. അപ്പോൾ ആറിനെ നമ്മൾ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഐ സ്ക്വയർഡ് ആർ എന്നുള്ള ഇക്വേഷൻ, വി ഐ എന്ന് പറഞ്ഞ വേറെ ഇക്വേഷൻ ഉണ്ട്, ഇവിടെ ആർ ഉള്ളതുകൊണ്ട് നമ്മൾ ഐ സ്ക്വയർഡ് ആർ എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ കൊണ്ടുവന്നു. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് പവർ ഐ സ്ക്വയർഡ് ആറാണ്. അപ്പോൾ ഇവിടെ കറണ്ടിൻ്റെ ഇത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ദെയർ ഇൻ ഫേസ് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ കറണ്ടിന് പകരം ഐ എം സൈൻ ഒമേഗ ടി ദ ഹോൾ സ്ക്വയർഡ് ഇൻറ്റു ആർ എന്ന് ഞാൻ കൊടുത്തു. ഇനി ഇൻസ്റ്റൻറ്റേനിയസ് പവർ അല്ല നമുക്ക് വേണം, നമുക്ക് വേണ്ടത് ആവറേജ് പവറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആവറേജ് പവറിന് അവരിത് ഇങ്ങനെയാണ് കാണിക്കുന്നത്. ടെക്സ്റ്റൊക്കെ ഒന്ന് തുറന്ന് നോക്കിക്കോളൂ, അല്ലെങ്കിൽ ടീച്ചറിൻ്റെ നോട്ടിലുണ്ടാവും. അപ്പോൾ ആവറേജ് പവറിന് അവരിങ്ങനെ കാണിക്കും. അത് കണ്ടുപിടിക്കാൻ ഇങ്ങനത്തെ സ്ക്വയർ ബ്രാക്കറ്റാണ് യൂസ് ചെയ്യുക, ഇങ്ങനത്തെ സ്ക്വയർ ബ്രാക്കറ്റ്. അപ്പോൾ ഇത് ഞാനൊന്നും കൂടെ കൊടുത്തു, ഐ എം സ്ക്വയർഡ് ആറകത്തേക്ക് കൊടുത്തു, സൈൻ സ്ക്വയർഡ് ഒമേഗ ടി, അതാണ് ആവറേജ്. ഇനി ആവറേജ് കണ്ടുപിടിക്കേണ്ടത് കോൺസ്റ്റൻസിനെല്ലാം എനിക്ക് പുറത്തേക്ക് എടുക്കുക. കോൺസ്റ്റൻസ് ഐ എം സ്ക്വയർഡും ആറും, അപ്പോൾ ആകെ മാറ്റം പറഞ്ഞാൽ ഇതിന് മാത്രം. ആവറേജ് പറഞ്ഞാൽ സൈൻ സ്ക്വയർഡ് ഒമേഗ ടിക്ക് മാത്രമേ ഉള്ളൂ, ഇത്ര. ഇനി ആവറേജ് ഓഫ് എ ഫംഗ്ഷൻ, അത് കണ്ടുപിടിക്കാനുള്ള മാർഗം നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട്. ആവറേജ് ഓഫ് എ ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു 1/t ഓഫ് ഇൻ്റഗ്രൽ 0 to t ft dt എന്നൊക്കെ പറഞ്ഞിട്ട് മാത്സിൽ ഗംഭീരമായിട്ട് പഠിച്ചിട്ടുണ്ട്. നമ്മളിവിടെ അതൊന്നും യൂസ് ചെയ്യില്ല, നമ്മളിത് കുട്ടികളോട് പഠിക്കാൻ പറയും. ആവറേജ് വാല്യൂ ഓഫ് സൈൻ സ്ക്വയർഡ് ഒമേഗ ടി ഈസ് ഹാഫ്. ഇനി ഇത് പഠിക്കണം ഭയങ്കര നിർബന്ധമാണെന്നുള്ളവർ ടെക്സ്റ്റിലെ ഡെറിവേഷൻ എടുത്തിട്ട് അവർ അതിൻ്റെ താഴെ അവർ കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റിലെ ഡെറിവേഷനിൽ താഴെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് കണ്ടുപിടിച്ചേക്കുന്നത്. പക്ഷേ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അതൊന്നും വേണ്ട, നിങ്ങൾ ഇത്ര എഴുതിയിട്ട് ഇതിൻ്റെ ആവറേജ് വാല്യൂ ഹാഫ് എന്ന് മാത്രം എഴുതി വെച്ചാൽ മതി, അതാണ് നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പം. അപ്പോൾ അങ്ങനെ എഴുതിയിട്ട് പവർ ഡിസിപ്പേറ്റഡ്, ആവറേജ് പവർ ഡിസിപ്പേറ്റഡ് ഇൻ എ റെസിസ്റ്റർ ഈസ് ഈക്വൽ ടു, ഈ ഹാഫ് വാല്യൂ കൂടി ഇവിടെ കൊടുത്താൽ ഇറ്റ് ഈസ് ഹാഫ് ഐ എം സ്ക്വയർഡ് ആർ, ഇതാണ് വാല്യൂ. അപ്പോൾ ഇത് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ പവർ ഡിസിപ്പേറ്റഡ് ഇൻ റെസിസ്റ്റർ വെൻ എ സി പാസസ് ത്രൂ ഇറ്റ്. അപ്പോൾ അത് ഓർത്തിരിക്കണം, ഇവിടെ പവർ ഡിസിപ്പേഷൻ ഉണ്ട്, അത് സൈൻ സ്ക്വയർഡ് ഒമേഗ ടിയുടെ ഹാഫാണ്. ഇത്രയും കാര്യം ഓർത്ത് കഴിഞ്ഞാൽ നമുക്കത് എഴുതാൻ പറ്റുന്നുള്ളൂ. ഇനി ഇതിൽ നിന്ന് വന്നിട്ടാണ് നമ്മൾ പറയാം ഈ ഡി സിനെയും എ സിനെയും കൂടി നമ്മളൊന്ന് ഈക്വലൈസ് ചെയ്യണം. ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെടുത്തേക്കുന്ന കറണ്ടാണ് IRMS എന്ന് പറഞ്ഞിട്ടൊരു കറണ്ട്. IRMS എന്നൊരു കറണ്ടുണ്ട്. ആ IRMS ഈ കാണുന്ന പീക്ക് IM/√ആണ്. ഇതൊക്കെ പിള്ളേരോട് ചുമ്മാ കാണാൻ പഠിക്കാനേ നമ്മൾ പറയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 0.707 IM എന്ന് പറയും. ഇതേപോലെ തന്നെ VRMS എന്ന് പറഞ്ഞൊരു വാല്യൂ എടുക്കുക, അത് VM/√2 എന്നും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷനൊക്കെ ചില സ്കൂളുകളിൽ പഠിപ്പിക്കാറുണ്ട്, പക്ഷേ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും ചോദിക്കാറില്ല. നമ്മളിത് കുട്ടികളോട് ഇത് മാത്രം ഒന്ന് കാണാതെ പഠിക്കാനായിട്ട് നമ്മൾ പറയും. പിന്നെ ഡെറിവേഷൻ പഠിക്കണം എന്നുള്ളവർ പഠിച്ചോളൂ, സ്കൂളിൽ തന്നിട്ടുണ്ടെങ്കിൽ നോക്കുള്ളൂ. ഇതിൽ ആകെ ചോദിക്കുന്നത് വാട്ട് ഈസ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് AC അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർ പറയുകയാണ്, ഒരു റെസിസ്റ്ററിൽ കൂടെ DC കടത്തി വിടുമ്പോൾ ഒരു ഹീറ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഹീറ്റിന് തുല്യമായിട്ട് AC കടത്തി വിടുമ്പോൾ ഉള്ള ഹീറ്റ് ഉണ്ടാക്കുന്ന കറണ്ട് IRMS ആണ്. ഇത്തിരി കൺഫ്യൂസിങ് ആണ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ കാണാതെ പഠിക്കണമായിരിക്കും നല്ലത്. അപ്പോൾ ആ ഡെഫിനിഷൻ ഞാനത് കാണിച്ചു തരാം. നോട്ടിലുണ്ടെങ്കിൽ നോട്ട് നോക്കി പഠിച്ചോളൂ, അല്ലെങ്കിൽ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് പഠിച്ചു വെച്ചോളൂ. റൂട്ട് മീൻ സ്ക്വയർ ഓർ വെർച്വൽ വാല്യൂ ഓഫ് AC അങ്ങനെ അതിന് പറയും. ഈസ് ഡിഫൈൻഡ് ആസ് ദ വാല്യൂ ഓഫ് ഡയറക്റ്റ് കറണ്ട് which produces the same heating effect in a given resistor as is produced by a given AC when passed for the same time. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഒരു റെസിസ്റ്റർ എടുത്തിട്ട് ഒരേ ടൈമിലേക്ക് AC-നെയും കടത്തി വിട്ടു, അത് കഴിഞ്ഞ് DC-നെയും കടത്തി വിട്ടു. അപ്പോൾ DC കടത്തി വിടുമ്പോൾ I²RT നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹീറ്റ്. ആ സെയിം ഹീറ്റ് AC പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അപ്പോൾ ഉള്ള കറണ്ട് IM/√2 ആയിരിക്കണം.
അല്ല വെറുതെ ഐ ആയിരിക്കില്ല, IM/√2 ആയിരിക്കും. അപ്പോൾ അതാണ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് പഠിച്ചു വെച്ചോളൂ. പവർ ഡിസിപ്പിയേറ്റഡ് കൂടി നോക്കിയത് വെച്ചേക്കും. ആവറേജ് വാല്യൂനുള്ള ഇക്വേഷൻ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചെയ്ത് നോക്കണം എന്നുള്ളവർക്ക് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ആവറേജ് വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഹാഫ് വരും. അപ്പോൾ ഇത്രയും മതി, കുറേ കാര്യങ്ങളൊന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ഡയഗ്രാം വരയ്ക്കുക, ഇക്വേഷൻ കണ്ടുപിടിക്കാം.